നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എല്ലാ ടൂളുകളും ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഓരോന്നും ഞാൻ പർച്ചേസ് ചെയ്ത ശേഷം ഞാനിത് അസംബിൾ ചെയ്ത് കൂട്ടുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് ഒരു അടിപൊളി കമ്പ്യൂട്ടർ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് വീട്ടിൽ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് മദർ ബോർഡാണ്. ഓരോത്തിൻ്റെയും വിലയും കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഏകദേശം ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ ഒരു 15,000 രൂപയുടെ ചോടെയാണ് വരുന്നത്. ഫുൾ സെറ്റ് അടക്കം, അത്യാവശ്യം നല്ലൊരു ബോർഡ് അടക്കം. അപ്പോൾ ഏതൊക്കെ ബോർഡുകളും അതിൻ്റെ പ്രൊസസ്സറും ഒക്കെ ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് വരുന്ന മദർ ബോർഡാണ്. മദർ ബോർഡിന് എനിക്ക് വന്ന റേറ്റ് 1396 രൂപയാണ്. ഫ്ലിപ്കാർട്ടാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വാങ്ങേണ്ടത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വാങ്ങാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് വളരെ സെക്യൂറായിട്ട് തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മദർ ബോർഡ് വന്നത് സെബ്രോണിക്കിൻ്റെ മദർ ബോർഡാണ്. സെബ്രോണിക്ക് ZB-H61M2 എന്നുള്ള 61M2 എന്നുള്ള മോഡലാണ്. H61M2 എന്നുള്ള മോഡലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മദർ ബോർഡിൽ ഇൻ്റലിൻ്റെ i3, i5, i7 ചിപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. DDR3 ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ OS നമുക്ക് വിൻഡോസ് 10 വരെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻ്റർണൽ ഗ്രാഫിക്സ് വരുന്നത് i3, i5, i7 പ്രീമിയം എല്ലാം വരുന്നത്. സെലറോൺ എന്ന പ്രൊസസ്സറാണ് ഈ ഗ്രാഫിക്സിൽ യൂസ് ചെയ്യുന്നത്. സെലറോൺ പ്രൊസസ്സർ ഇൻ LGA1155 എന്നുള്ള പ്രൊസസ്സറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിക്സിനെ ഉയർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു വിവരണം. അതുപോലെ തന്നെ ഇതിനകത്ത് വന്ന റാം എന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് എന്നുള്ള കമ്പനിയുടെ റാമാണ്. 8GB DDR3 റാമാണ് വന്നിട്ടുള്ളത്. റാമിന് വന്ന വില 1488 രൂപയാണ്. DTPC3 എന്നുള്ള മോഡലാണ് വന്നിട്ടുള്ളത്. റാം 8GB DDR3 റാം. അതുപോലെ തന്നെ റോം അഥവാ സ്റ്റോറേജ് നമുക്കറിയാം. ഹാർഡ് ഡിസ്ക് പണ്ട് കാലങ്ങളിൽ ഹാർഡ് ഡിസ്ക് ആയിരുന്നു. ഇപ്പം SSD എന്നുള്ള സ്റ്റോറേജാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ബൂട്ട് ചെയ്ത് ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് ഫയലുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും സ്കോപ്പ് ചെയ്യാനൊക്കെ വളരെ ഫാസ്റ്റ് ആയി നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് ബൂട്ടായി വരും. അതിനൊക്കെയാണ് ഈ SSD മോഡൽ റോം ഉപയോഗിക്കുന്നത്, സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. സെബ്രോണിക്കിൻ്റെ റോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെബ്രോണിക്ക് സാറ്റ 2.5 സാറ്റ SSD എന്നുള്ള റോമാണ്. 128 GB ആണ് സ്റ്റോറേജ്. 128 GB ആണ് നമുക്ക് സ്റ്റോറേജ് വരുന്നത്. ZB-SD13 എന്നുള്ള മോഡലാണ് വരുന്നത്. ഫാസ്റ്റ് ബൂട്ടിംഗ് ആയിരിക്കും ഞാൻ പറഞ്ഞു. അതിൻ്റെ വില വന്നിരിക്കുന്നത് 1914 രൂപയാണ്. 1914 രൂപ. ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു 15,000 രൂപയുടെ ചോടെയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്യാവശ്യം നല്ല പുതിയ സാധനങ്ങൾ തന്നെയാണ് ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പോൾ അതുപോലെ തന്നെ 1914 രൂപയാണ് ഈ ഒരു റോമിന് എനിക്ക് വില വന്നത്. പിന്നീട് നിങ്ങൾ കണ്ടത് സെബ്രോണിക്കിൻ്റെ ഒരു കൂളിംഗ് ഫാനാണ്. കൂളിംഗ് ഫാൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊസസ്സറിന് മുകളിൽ ഒരു ഫാൻ ആവശ്യമാണ്. നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ 90 mm ഒരു ഫാനാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. 90 mm ഒരു കൂളിംഗ് ഫാനാണ്. എൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ZB-MSC 200 എന്നുള്ള മോഡലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 299 രൂപ, അതായത് 300 രൂപയാണ് ആ ഒരു ഫാനിന് എനിക്ക് വന്ന ചിലവ് വരുന്നത്. പ്രൊസസ്സറിൻ്റെ മുകളിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫാനിൻ്റെ വില വരുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് SMBS ആണ്. ആർട്ടിസ്റ്റ് എന്നുള്ള കമ്പനിയുടെ SMBS ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ മോഡൽ വന്നത് VIP450R 12 Pro എന്നാണ് അതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. 450 വാട്ട്സാണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. അതിന് വന്ന വില വെറും 1000 രൂപയാണ്. അത്രയും നല്ല അടിപൊളി SMBSന് വന്ന വില എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കണ്ടത് ഇതിൻ്റെ ഒരു ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് നമുക്കറിയാം, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു കൂട്ടണമെങ്കിൽ ആ ഒരു ക്യാബിനറ്റ് ആവശ്യമാണ്. അപ്പോൾ ആ ക്യാബിനറ്റിന് എനിക്ക് വന്നിരിക്കുന്ന വില 2400 രൂപയാണ്. പക്ഷേ അതിന് എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടെമ്പേർഡ് ഗ്ലാസ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ്, ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ 3 കൂളിംഗ് ഫാനുകൾ ഇൻബിൽഡായിട്ട് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു ക്യാബിനറ്റിൽ വരുന്നുണ്ട്. അതും RGB കളർ LED ഉള്ള ഫാനാണ്. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് തന്നെയാണ് എൻ്റെ മറ്റേ ഹൈലൈറ്റ്. അത് ഇൻഫിനിറ്റി 1200 mm ആണ് ആ ഒരു ഫാനിൻ്റെ ലീഫുകൾ സൈസ് വരുന്നത്. 1200 mm ARGB LED ഫാനാണ് വരുന്നത്. അങ്ങനത്തെ 3 ഫാനിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ഒരു ക്യാബിനറ്റിനുള്ളിൽ. അതുപോലെ തന്നെ ഡ്യുവൽ ചേമ്പറാണ്. അതിനകത്ത് ഡ്യുവൽ ചേമ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ചേമ്പറിലാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനോ അടുക്കി വെക്കാനൊക്കെ പറ്റും. അതായത് നമ്മുടെ ബോർഡുകളും കാര്യങ്ങളും SMBS ഒക്കെ ഒതുക്കി ഒരു വൃത്തിക്ക് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ബ്ലാക്കാണ് ഇതിൻ്റെ ബോഡിക്ക് നിറം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മോണിറ്ററാണ്. മോണിറ്റർ മാർക്യൂ എന്ന കമ്പനിയുടെ മോണിറ്ററാണ് വന്നിട്ടുള്ളത്. 22 ഇഞ്ചിൻ്റെ ഫുൾ HD LED ആണ് വന്നിട്ടുള്ളത്. VA പാനലാണ് വന്നിട്ടുള്ളത്. ഫുൾ HD LED VA പാനലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോണിറ്ററിൽ വന്നിട്ടുള്ളത്. അതിന് വന്നിരിക്കുന്ന വില 5000 രൂപ. ഈ മോണിറ്ററാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വില വന്നിട്ടുള്ളത്, 5000 രൂപ. എനിക്ക് മദർ ബോർഡിന് വന്നിട്ടുള്ള വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1396 രൂപയും. അതുപോലെ തന്നെ റാമിന് വന്നിട്ടുള്ള വില 1488 രൂപയും. റോം അതായത് സ്റ്റോറേജിന് വന്നിട്ടുള്ള വില 1914 രൂപയും. കൂളിംഗ് ഫാനിന് വന്നിട്ടുള്ള വില 290 രൂപയും. അതുപോലെ തന്നെ ഇതിനകത്ത് SMBSന് വന്നിട്ടുള്ള വില വെറും 1000 രൂപയും. അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാബിനറ്റിന് വന്നിട്ടുള്ള വില 2400 രൂപയും. അതേപോലെ തന്നെ ഇതിൻ്റെ മോണിറ്ററിന് വന്നിട്ടുള്ള വില വെറും 5000 രൂപയുമാണ് ഇതുവരെയുള്ള വിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മോണിറ്ററിൽ നമുക്കറിയാം ഇത് HDMI ഉണ്ട്, VGA സപ്പോർട്ട് ചെയ്യുന്ന
ഒരു മോണിറ്ററാണ്. 12 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ ഇതിനകത്തുണ്ട് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള. 22 ഇഞ്ച് ഫുൾ HD LED VA പാനലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഡ്യുവൽ സ്പീക്കർ വരുന്നുണ്ട്, ഇൻബിൽഡായിട്ട് തന്നെ അത് സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 100 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു മോണിറ്ററിൽ എടുത്ത് പറയേണ്ട പ്രത്യേകതയായിട്ടുള്ളൂ. 5000 രൂപേന് ചാർജ്. നമുക്ക് ഈ മോണിറ്റർ TV ആയിട്ട് യൂസ് ചെയ്യാം, മറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. ഒരു മോണിറ്റർ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അത്രമാത്രമാണ് ഈ മോണിറ്ററെ പറ്റി പറയാനുള്ളത്. എട്ടാമത് എനിക്ക് പറയേണ്ട സാധനം പ്രൊസസ്സറാണ്. പ്രൊസസ്സറിൻ്റെ വിലയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്. പ്രൊസസ്സറിൻ്റെ വില 591 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത്. പ്രൊസസ്സറിന് ഒരു നോർമൽ, എല്ലാം ഞാൻ നോർമലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. ബോർഡ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറൊക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ഗെയിമിംഗ് PC ആക്കണം, ഗെയിമിംഗ് PC ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്തുള്ള ബോർഡും ഭാവിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സറൊക്കെ മാറ്റി കൊടുത്താൽ മാത്രം മതി. പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ്റൽ എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊസസ്സർ AMD പ്രൊസസ്സറാണ്. പക്ഷേ ഈ ഒരു ബോർഡിന് സൂട്ടാവുന്ന ഇൻ്റൽ ആയതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, വില കൊണ്ടൊക്കെ നോക്കുമ്പോൾ ഇൻ്റൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻ്റൽ ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ടത്, എനിക്ക് ലാപ്പിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് AMD ആണ്, അതാണ് അടിപൊളി. എങ്കിലും ഈ ഒരു ചെറിയ സെറ്റപ്പിൽ ഈ ഒരു ബോർഡിൽ എനിക്ക് ഇൻ്റലാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഇൻ്റലിൻ്റെ പ്രൊസസ്സർ ഞാൻ വാങ്ങിയത്. പ്രൊസസ്സർ വന്നിട്ട് ഇൻ്റൽ i3 ആണ് വരുന്നത്. i3 3240 എന്ന മോഡൽ. i3 3240 ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. 3rd ജനറേഷനാണ് ഈ പ്രൊസസ്സർ വരുന്നത്. അതുപോലെ തന്നെ ഇത് സൂട്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു മദർ ബോർഡിൽ മാത്രമാണ്. H61 ബോർഡുകളൊക്കെ, സെബ്രോണിക്കിൻ്റെ ഒക്കെ ബോർഡുകളൊക്കെ ഈ ഒരു പ്രൊസസ്സർ, ഇൻ്റലിൻ്റെ ഈ ഒരു പ്രൊസസ്സർ സൂട്ടാവും. 3.4 GHz ആണ് LGA 1155 എന്ന മോഡൽ ഗ്രാഫിക്സ് വരുന്നത്. 3.4 GHz ആണ് വരുന്നത്. 2 കോർ പ്രൊസസ്സറാണ്, 2 കോറിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. ഡെസ്ക്ടോപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസസ്സറാണ്. ഇതിന് വന്നിരിക്കുന്ന വില എന്നത് 591 രൂപയാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ നമുക്ക് നിർബന്ധമായും വരുന്നത് കീബോർഡ്, ഒരു വയേർഡ് കീബോർഡ്. നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, OS ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു വയേർഡ് കീബോർഡ് വേണം, ഒരു വയേർഡ് മൗസ് വേണം. അത് ചെറിയ ഒരു 1000 രൂപയുടെ ചോടെ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 സ്പീക്കർ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു വൈഫൈ ഡോങ്കിൾ ആവശ്യമാണ്, അല്ലെങ്കിൽ വൈഫൈ ആൻറ്റിന ആവശ്യമാണ്. വൈഫൈ ഡോങ്കിൾ അല്ലെങ്കിൽ വൈഫൈ ആൻറ്റിന. അതുപോലെ തന്നെ ബ്ലൂടൂത്തിനാണ് ഒരു ബ്ലൂടൂത്ത് അഡാപ്റ്റർ ആവശ്യമാണ്. ഇതൊക്കെ കൂടി ഒരു 1000 രൂപ നമുക്ക് കൂടി ഒരു 15000 രൂപയുടെ അടുത്ത് മൊത്തം ചിലവ് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ബോർഡും കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാ മലയാളി പ്രേക്ഷകർക്കും SC വിഷൻ അവതരിപ്പിക്കുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാസുമോനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഒരു മദർ ബോർഡ് എങ്ങനെ അസംബ്ലി ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യാനും, ഉപകാരപ്പെടുന്നവരിലേക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാം അതിൻ്റെ കറക്റ്റ് സ്ലോട്ടിൽ വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കറക്റ്റ് സ്ലോട്ടിൽ തന്നെ റാം നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം ലോക്ക് ചെയ്യാണ് വേണ്ടത്. റാമിനെ പറ്റി പറഞ്ഞിരുന്നു ഞാൻ. 8 GB റാമാണ് വന്നത്. DDR3 ആണ് അതിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത്. 1488 രൂപയാണ് റാമിന് വന്ന ചിലവ്. റാം കുടിക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം, SMBS നമുക്കിതിൽ സെറ്റ് ചെയ്യണം. SMBS വെക്കേണ്ട ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷനിൽ തന്നെ SMBS വെച്ചാൽ മതി. ഇതിൻ്റെ ഈ 3 കൂളിംഗ് ഫാൻ നിങ്ങൾ ഈ ക്യാബിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, 3 കൂളിംഗ് ഫാനുകൾ. ഇത് സെപ്പറേറ്റ് ഇൻബിൽഡായിട്ട് ഇതിൻ്റെ കൂടുതൽ വരുന്നത്. ഇത് കത്തുന്ന കാണാനാണ് വളരെ. നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു കൂളിംഗ് ഫാനിൽ വരുന്ന ലൈറ്റിംഗ് ഉണ്ട്, LED ലൈറ്റിംഗ്. അത് നമുക്ക് നിറങ്ങളൊക്കെ മാറ്റാൻ, അതിൻ്റെ ഡിസൈൻ മാറ്റാനൊക്കെ ഒരു ബട്ടൺ ഈ ക്യാബിൻ്റെ മുകളിൽ തന്നെ നമുക്കറിയാം. ഈ ക്യാബിൻ്റെ മുകളിൽ 3 സ്വിച്ചുകളുണ്ടാവും. ഒന്ന് പവർ സ്വിച്ച്, റീസ്റ്റാർട്ട്, അതേപോലെ തന്നെ ഈ ഒരു ഫാനിൻ്റെ ലൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്വിച്ച്. അത് പ്രസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പല ഡിസൈനിൽ ഇതിങ്ങനെ കറങ്ങി കത്തിക്കോളും. ഇതിൻ്റെ ബേക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ബോർഡ് വെക്കേണ്ട പാനലിൽ അതിൻ്റെ ഹോൾസിൽ ഷോക്കറ്റിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ബേക്കിൽ ഞാൻ അതിൻ്റെ SMBSഉം ഇറക്കി വെച്ചിരിക്കുന്നത്. 450 വാട്ട്സ് ടോട്ടൽ വാട്ട്സ് വരുന്നത് SMBSൽ. 12 വാട്ട്സും ഇതിൻ്റെ കൂടുതൽ 12 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിന് വരുന്നത്. നമുക്ക് ബോർഡിലേക്ക് 2 കണക്ഷൻ വേണ്ടി വരും. അതേപോലെ തന്നെ സ്റ്റോറേജിലേക്ക് ഒരു കണക്ഷൻ വേണ്ടി വരും. ഇതാണ് ഇതിന് ടോട്ടൽ വേണ്ടത്. സ്റ്റോറേജിലേക്കും മദർ ബോർഡിലേക്കും 3 കണക്ഷൻ വെച്ച് വേണ്ടി വരും. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപമാണ് നിങ്ങൾ കാണുന്നത്. Windows 10 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് റണ്ണാണ്. ലൈറ്റ് കത്തുന്നുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് റണ്ണാകുന്നുണ്ട്. സെബ്രോണിക്കിൻ്റെ 2.5 SATA. ഇത് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവിലേക്കാണ് ഞാൻ Windows 10 കോപ്പി ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ബൂട്ടബിൾ പെൻഡ്രൈവാണ്. ബൂട്ടബിൾ പെൻഡ്രൈവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ OSനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഡിസ്ക് ഇല്ലല്ലോ, നമുക്ക് CD പ്ലെയർ ഡിസ്ക് ഇല്ലാത്ത, നമുക്ക് DVD ഡ്രൈവ് ഇല്ലാത്ത സെറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് വെച്ചിട്ട് വേണം, ബൂട്ടബിൾ പെൻഡ്രൈവ് വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് സാധനങ്ങൾ OS ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ
പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് മൈക്ക് ഔട്ട്പുട്ട്, സ്പീക്കർ ഔട്ട്പുട്ട്, 3 USB, അതേപോലെ തന്നെ സ്പെഷ്യൽ സ്വിച്ച് ഞാൻ കാണിച്ചു തന്നു പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഈ ഒരു കൂളിംഗ് ഫാൻ 90 mm ലീഫുള്ള കൂളിംഗ് ഫാനിൻ്റെ ലൈറ്റ്, LED ലൈറ്റ്, ആ ലൈറ്റ് ARGB LED ഫാൻ എന്ന് പറയാം. അങ്ങനത്തെ 3 ഫാനുണ്ട്. 3നും ഒരേപോലെയാണ്. അത് ഓഫ് ചെയ്യാം. അതിൻ്റെ സ്വിച്ചാണ് കാണുന്നത്. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ നിറങ്ങൾ മാറ്റാനും ഒക്കെയുള്ള ഒരു സ്വിച്ചാണ് കാണുന്നത്. അതിമനോഹരമായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. നമുക്കിതിനകത്ത് ഇത് പ്രത്യേകിച്ച് ഇതിപ്പോൾ ഏകദേശം 15,000 രൂപ ഇതിനകത്ത് മൊത്തത്തിൽ എനിക്ക് ചിലവ്. ഇനി എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഗെയിമിംഗ് PC മാറ്റണമെങ്കിൽ എനിക്കിനകത്ത് ആ മദർ ബോർഡും അതിൻ്റെ റാമും പ്രൊസസ്സറൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ എനിക്കിത് ഗെയിമിംഗ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ബേസിക് എനിക്ക് എൻ്റെ ആവശ്യം റെക്കോർഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് ധാരാളമാണ്. ഞാൻ ഇപ്പോൾ ഗെയിം കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഗെയിമിംഗ് കളിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മാറ്റാനും പറ്റും. ഒരു അടിപൊളി OS ഇതിനകത്ത് OS 10, 11, 12 ഒക്കെ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അത് വെച്ച് നോക്കിയാൽ മതി. നമുക്ക് ആവശ്യാനുസരണം ഒരാളുടെ ആവശ്യാനുസരിച്ചാണ് നമ്മൾ PC വാങ്ങുന്നത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് എൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഇത്രയും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഞാൻ വാങ്ങി. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്, ഒന്നും പഴയതില്ല, എല്ലാം പുതിയതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു 20,000 രൂപ 15,000 രൂപയാണ് മാക്സിമം എനിക്ക് ഇത് റേറ്റ് വന്നിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അവർ ഈ ഒരു CPU തന്നെ 20,000 രൂപയൊക്കെ വാങ്ങും. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.